തറാവി നിസ്കാരം ഉണ്ടല്ലോ, വിശ്വസിച്ചും കൂലി ആഗ്രഹിച്ചും ഒരാൾ തറാവി നിസ്കരിച്ചാൽ ഓരോ ദോഷങ്ങളൊന്നോ പുറപ്പെടും, ഓനൊക്കെ അതോടെ ഉണ്ടാവും. വിശ്വാസം ഒന്നുമില്ല, അത് തൊഴിലായിട്ട് പള്ളിക്ക് പോവുക. റമദാൻ മാസം വന്നാൽ അങ്ങനെയാണ്. അതിൽ വിശ്വാസം ഉണ്ടായിട്ടോ കൂലി ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, പള്ളിയിൽ പോവുക, തറാവി നിസ്കരിക്കുക, പോരുക. കൂലി ആഗ്രഹിച്ചിട്ടും വിശ്വസിച്ചിട്ടൊന്നും അല്ലാത്തതിൻ്റെ ഒരു അടയാളമാണ് എവിടെയാണ് പെട്ടെന്ന് തറാവി കഴിയാന്ന് നോക്കൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. എവിടെ വേഗം കഴിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ അള്ളാഹു തആലേൻ്റെ വിചാരണങ്ങൾ കണ്ടില്ലേ? ഈ വിചാരണ ചെയ്തതൊന്നും ഇപ്പോൾ നല്ലപോലെ പറ്റിയല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന അള്ളാഹിൻ്റെ വിചാരണ ഇല്ലാതിരിക്കില്ല. അള്ളാഹു തആലേൻ്റെ വിചാരണ ഇല്ലാത്ത സ്വർഗ്ഗത്തിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതിന് 3 അമലാണ് പ്രധാനമായിട്ട് വന്നത്. ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കുക, സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടങ്ങളുണ്ടാകുമ്പോഴും അള്ളാഹിനെ സ്തുതിക്കുക, അങ്ങനത്തെ കാണും. പിന്നെ ഒന്ന് കച്ചവടങ്ങളും ഏർപ്പാടുകളൊന്നും ഇഖാമു സ്വലാത്തിനെ തൊട്ട് അശ്രദ്ധമാക്കാതിരിക്കുക. ഈ 3 കൂട്ടക്കാർക്ക് ഏതില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരണ. ഇനി ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, അള്ളാഹ് ശ്രദ്ധിച്ചോളി. മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, നാളെ മുസ്ലിമായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് ആർക്കെങ്കിലും പോതിണ്ടെങ്കിൽ ഫൽ യുഹാഫിദ് അലാ ഹൗലായി സ്വലവാത്തി, ഈ നിസ്കാരങ്ങൾ മേലും നല്ലോണം ശ്രദ്ധിച്ചോട്ടെ. ഐസു വിനാദ ബീന, വാങ്കോടെ കൊടുക്കണമെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നിസ്കരിക്കാൻ, പേരെ നിസ്കരിക്കരുത്. നാളെ മുസ്ലിമായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് പോതില്ലവർ വാങ്ക് കൊടുക്കൊടുത്ത് പോയിട്ട് നിസ്കരിക്കട്ടെ എന്നാണ് റസൂൽ പറഞ്ഞത്. വാങ്ക് കൊടുക്കൊടുത്ത് പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളത് ഞാൻ കണ്ടു സ്വഹാബികളെ. ഉമായ തഖല്ലഫു അൻഹ, നിസ്കാരത്തെ തൊട്ട് ജമാഅത്തിനെ തൊട്ട് പിന്തുമായിരുന്നില്ല ഇല്ലാ മുനാഫിക്കുൻ, കപട വിശ്വാസികളല്ലാതെ. അന്ന് മുഅ്മിനീങ്ങളൊക്കെ ജമാഅത്തിന് പോകുമായിരുന്നു. ഇപ്പം ജുമയ്ക്ക് തന്നെ എല്ലാവരും കൂടെ പോകണില്ല. ജുമയ്ക്ക് എല്ലാവരും കൂടെ വരികയാണെങ്കിൽ ഇപ്പോൾ പെരുന്നാളിൻ്റെ നേടങ്ങൾ തിരക്ക് എല്ലാ പള്ളിയിലും, ആ തിരക്കൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും കാണണ്ടേ. കുറേ ആളുകൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകണില്ല എന്നുള്ള തെളിവല്ലേ. ഈ എല്ലാ പള്ളിയിലും സ്രാമ്പിയൊക്കെ ഫുൾ ആളാണല്ലോ പെരുന്നാളിൻ്റെ അന്ന്. എത്രയോ ആളുകൾ ജുമയ്ക്ക് പോകാത്ത ആളുകൾ. കേട്ടോ, ഈ ജമാഅത്തിൻ്റെ കാര്യമാണ് ഇബ്നു മസ്ഊദ് പറയുന്നത്. എല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കും, മുനാഫിക്കുകൾ മാത്രമേ പങ്കെടുക്കാത്തുള്ളൂ. വലക്കത്ത് യുജാഉ ബിർറജുലി യുഹാദാ ബൈന ഇത്നൈനി, ആളുകൾ താങ്ങി പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ താങ്ങി നിന്നാണ്ട് ആളുകൾ കൊണ്ടുവന്നിട്ട് അത്തായുക്കമ്മ ഫി സൊഫി, സൊഫിൽ നിർത്തുമായിരുന്നു എന്ന്. നടക്കാൻ കഴിയാത്ത ആളുകൾ എതിറുണ്ട്, ഒരു ജമാഅത്തിന് പോയതിന് തൊട്ട് എതിറുണ്ട്. പക്ഷേ താങ്ങി പിടിച്ചിട്ട് രോഗികളൊക്കെ കൊണ്ടുവന്നിട്ട് സൊഫിൽ നിർത്തലുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് വലോ സൊല്ലൈത്തും ഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ തറക്തു സുന്നത്തെ നബിക്കും, നിങ്ങൾ നബിൻ്റെ സുന്നത്ത് എന്താക്കി? ഉപേക്ഷിച്ചവരായി. നബിൻ്റെ സുന്നത്ത് ഉപേക്ഷിച്ചാൽ ഒക്കത്തും വലത്തും നിങ്ങൾ വഴി വയച്ചവരുമായി. ഇതാണ് ഹദീസ്.